കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ പ്രതിയെ പിരിച്ചുവിട്ടു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് പ്രതി AM ശശീന്ദ്രനെ പിരിച്ചുവിട്ടത്. അഭിന ഏറെ വിവാദങ്ങൾക്കൊടുവിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വിവാദമായ ഒരു സംഭവം തന്നെയാണ് ICU പീഡന കേസ്. 2023 മെയ് 18 തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ ICUവിൽ പാതിമയക്കത്തിൽ ഉണ്ടായിരുന്ന അതിജീവിതയെ അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡർ AS ശശീന്ദ്രൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തുടർന്ന് ഈ ശശീന്ദ്രനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അടക്കം വലിയ വിവാദമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി നടപടി സ്വീകരിക്കണം, തനിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത വലിയ പ്രതിഷേധവും സമരങ്ങളും എല്ലാം തന്നെ ഈ മുറയ്ക്ക് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ ഈ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ആഭ്യന്തര റിപ്പോർട്ടിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ നമുക്കറിയാം, ഇത്തരത്തിലൊരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടുന്ന എല്ലാ ചികിത്സകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയും വേണ്ട എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. വളരെ വിചിത്രമായ ഒരു വാദം തന്നെയായിരുന്നു അന്ന് ഈ ഒരു സംഭവം. അതായത് അതിജീവിത ഇത്തരത്തിൽ AS ശശീന്ദ്രനെതിരെ ഇക്കാര്യം ഉന്നയിച്ചിരുന്ന സമയത്ത് അതിജീവിത പറഞ്ഞത് ഈ പീഡിപ്പിച്ചിട്ടുണ്ട്, അതിനു വേണ്ടുന്ന എല്ലാ പരിശോധനകളും പരിശോധനകൾ അടക്കം നടത്തേണ്ടതുണ്ട്, വസ്ത്രങ്ങളടക്കം ഇരയുടെ വസ്ത്രങ്ങളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുമ്പോൾ പോലും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടായില്ല. ഇത്തരം കാര്യങ്ങൾക്കൊന്നും വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു വിചിത്രമായ ഒരു സംഭവം എന്നുള്ളതാണ്. ഏതായാലും വഴങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു, അതിജീവിതയുടെ ഒരു പോരാട്ടത്തിന് വഴിവെച്ചു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇയാളെ എന്നേക്കുമായിട്ടാണ് ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ നിരവധി ആളുകൾ, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ മെഡിക്കൽ കോളേജിലെ നഴ്സുമാരടക്കം അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതടക്കം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇവരിലേക്കും വ്യാപിപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ അതിജീവിത പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും താൻ എല്ലാ സ്ത്രീകൾക്കും, ഇത്തരത്തിൽ നീതി ലഭിക്കാത്ത എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള തൻ്റെ പോരാട്ടമാണ് ഇത്, ഇത്തരം പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതിജീവിത പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അതിജീവിതയ്ക്ക് ഭാഗികമായിട്ടാണ് ഇപ്പോൾ നീതി ലഭിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും അതിജീവിതയ്ക്ക് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നു. ഈ പീഡിപ്പിച്ച പ്രതി AS ശശീന്ദ്രനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഭാഗികമായാണ് ഇപ്പോൾ നീതി ലഭിച്ചത്. പക്ഷേ ഇനി ഈ ഒരു കേസിന്റെ വിചാരണ കോടതിയിൽ ഇപ്പോഴും നടന്നു വരികയാണ്. അതുകൊണ്ട് ഇനി കോടതി കനിയുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു ആശങ്ക അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അഭിന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ പ്രതിയെ പിരിച്ചുവിട്ടു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് പ്രതി AM ശശീന്ദ്രനെ പിരിച്ചുവിട്ടത്.